വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ ഓം നമ ശിവായ. ശിവമാർഗം 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ചേന്നമംഗലം കുന്നത്തളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര. വടക്കൻ പറവൂരിനടുത്തുള്ള ചേന്നമംഗലം കിഴക്കുംപുറത്ത് ഈ തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കൊച്ചി രാജാവായിരുന്ന പാലിയത്തച്ഛന്റെ ആസ്ഥാനമാണ് ഇവിടം. പാലിയം കൊട്ടാരം മ്യൂസിയം 2.5 കിലോമീറ്റർ അടുത്താണ്. ക്ഷേത്രത്തിലെ ശിവലിംഗം ഒത്ത വണ്ണവും പൊക്കവുമുണ്ട്. കിഴക്കോട്ട് ദർശനം നൽകി സർവരെയും മഹാദേവൻ അനുഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിൽ ധാരാളം ഉപദേവന്മാരുണ്ട്. അവ സപ്തമാതൃക്കൾ വിഗ്രഹരൂപത്തിൽ വടക്കുന്നാഥൻ, അയ്യപ്പൻ, ഗണപതി, ദുർഗ, ദക്ഷിണാമൂർത്തി, വിഷ്ണു, അഘോരമൂർത്തി, ബ്രഹ്മാവ്, ഭഗീരഥി, കാളി എന്നിവരാണ്. പരശുരാമൻ വടക്കുന്നാഥനിൽ പ്രതിഷ്ഠ കഴിഞ്ഞു പോകുമ്പോൾ പാലിയം കുന്നിൽ ശിവസാന്നിധ്യം കാണുകയാൽ പാലിയത്തെത്തി പ്രതിഷ്ഠ നിർവഹിച്ച് അന്തർധാനം ചെയ്തതായി പറയപ്പെടുന്നു. ഇവിടെ അലങ്കാര ഗോപുരമോ മറ്റോ കണ്ടില്ല. ക്ഷേത്രം പാലിയം ട്രസ്റ്റിന്റെ കീഴിൽ ഭരണം നടത്തിവരുന്നു. ധനുമാസത്തിലെ ഉത്സവം തിരുവാതിര ആറാട്ടോടെ ആഘോഷിച്ചു വരുന്നു. 2 നേരം പൂജയും മറ്റു ക്ഷേത്ര ചടങ്ങുകളും ചിട്ടയായി നടന്നു വരുന്നു. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുർഗഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസമുജ്ജിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുർഗഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസമുജ്ജിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മവിലേപനായ ഭാലേക്ഷണായ മണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ. ഇവിടെ വിശാലമായ തിരുമുറ്റവും മനോഹരമായ ചെറിയ ഉപദേവന്മാരുടെ ചെറിയ ശ്രീകോവിലുകളും വളരെ ഭംഗിയായി അനുഭവപ്പെട്ടു. ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് ഇതിനു ചുറ്റും. ഭാലേക്ഷണായ മണികുണ്ടലമണ്ഡിതായ